ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോൻ്റെ അടുത്തുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. കുരുവുള്ള ടൈപ്പ് മുന്തിരി ഉണ്ടല്ലോ, നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ എടുക്കണം, ആ മുന്തിരി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചിട്ട് അരിച്ചെടുത്ത ആ ഒരു ജ്യൂസാണിത്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു ജാമിൻ്റെ പരുവത്തിനായിട്ടും ഇട്ട് ഒരു ലൂസായിട്ടുള്ള ആ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലാണെങ്കിലും കുഴപ്പമില്ല, ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മൊത്തം 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ. ഓയിൽ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മുന്തിരിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് തണുത്തതിന് ശേഷം അതിൻ്റെ 3/4 ഭാഗത്തോളം ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നുള്ള കണക്കിനാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 3 തവണ അരിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കളറ് വേണമെങ്കിൽ, അതായത് മുന്തിരിയുടെ കളറായിട്ട് കേക്ക് കിട്ടണമെങ്കിൽ കളറ് ചേർത്ത് കൊടുത്തോ. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ എസൻസോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നല്ല ഫ്ലേവർ മുന്തിരിയുടെ ഇതിനുണ്ട്, ടേസ്റ്റും വരുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മളൊരു ബിരിയാണി പോട്ടിൻ്റെ അകത്താണ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ബിരിയാണി പോട്ട് ഒരു 15 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ ഞാനൊരു വെയിറ്റും കൂടെ വെക്കും കേട്ടോ എപ്പോഴും. 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അതിൻ്റെ ഇടയിൽ പോയി തുറന്ന് നോക്കരുതേ. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ച മുന്തിരിയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ള നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.